പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ വീട്ടിലെ മുളക് തൈയൊക്കെ പൂത്തു തുടങ്ങി. അപ്പം നമ്മളിന്ന് അതിന് വളപ്രയോഗം നടത്താൻ പോകുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മുളകൊക്കെ നന്നായിട്ട് പൂത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ ധാരാളമായിട്ട് നൽകേണ്ടത്. കണ്ടില്ലേ, നന്നായിട്ട് പൂത്ത് ചെറിയ രീതിയിലൊക്കെ കായൊക്കെ ആയിട്ടുണ്ട്. വീട്ടിൽ തനിയെ മുളച്ച് വന്ന തൈകളാണിത്. പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. മുളകൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം 3 മാസത്തോളം പ്രായമുണ്ട് ഇതിന്. പിന്നെ ഇലമുരടിപ്പിന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ 20 ഗ്രാം സൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ തളിച്ചൊക്കെ കൊടുക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കും നല്ല ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നത് ഇവൻ. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കരിയില കമ്പോസ്റ്റാണ്. അത് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്തതാണിത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിടി ചാരമാണ്. ചാരം അധികം നമ്മളുടെ ചെടികൾക്കൊന്നും ഉപയോഗിക്കരുത്. ഇത് അധികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെടികൾ മുരടിച്ച് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചാരത്തിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് മുളക് തൈക്ക് നല്ല രീതിയിൽ പൂക്കുന്നതിനും കായ്ക്കുന്നതിനുമൊക്കെ നല്ലതാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് കമ്പോസ്റ്റ് ചാരമായിട്ട് മിക്സ് ചെയ്ത് ചെടികളുടെ ചുവടിൽ ഇട്ട് കൊടുക്കാൻ പോകുന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് മുളകിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി വിടാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ വേരോട്ടം സാധ്യമാകുന്നതിനും വെള്ളം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ താഴ്ന്നിറങ്ങുന്നതിനുമെല്ലാം ഈ മണ്ണിളക്കൽ സഹായിക്കും. അതിൽ നിന്ന് കുറച്ച് കരിയില കമ്പോസ്റ്റ് എടുത്ത് നമ്മൾ ചാരമായിട്ട് മിക്സ് ചെയ്യണതാണ്. മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ ചെടികളുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വളപ്രയോഗത്തിന് ശേഷം നമ്മൾ മുളക് തൈയുടെ ചുവട് നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം. ഈ നനച്ചു കൊടുക്കുന്നത് വളം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിനും മുളക് തൈയുടെ വേര് പെട്ടെന്ന് തന്നെ വളം വലിച്ചെടുക്കുന്നതിനെല്ലാം സഹായിക്കും. നമ്മുടെ മുളക് തൈ നല്ല രീതിയിൽ നനച്ചു കൊടുത്തിട്ടുണ്ട്. 3 മുളക് തൈയാണ് ഉണ്ടായിരുന്നത്. ആ 3 മുളക് തൈക്കും നല്ല രീതിയിൽ വളം നമ്മൾ കൊടുത്തിട്ടുണ്ട്. 2 ആഴ്ച കഴിഞ്ഞ് നമുക്ക് നോക്കാം. നല്ല രീതിയിലുള്ള വിളവ് കിട്ടുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ നമുക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി വീഡിയോ നമ്മൾ ഇട്ടിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ ബൈ.